ഇവിടെ ഒരു പപ്പിക്കുട്ടീനെ കണ്ടോ? ഈ പപ്പി ഉണ്ടല്ലോ, നമ്മൾ അനുസരിപ്പിക്കാൻ പോവുക. ഈ ജയ ഉണ്ടല്ലോ, ഈ പപ്പീനെ അനുസരിപ്പിക്കാൻ പോവുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇത് ഇവിടെ ഇരിക്കുക, ഇവിടെ വാ, ഇത് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനുസരിപ്പിക്കുമ്പോൾ നമ്മളവിടെ എന്ത് ഗ്രാമറാണ് യൂസ് ചെയ്യണത് എന്നറിയാം നിങ്ങൾക്ക്? ഷുഡാണ് നമ്മളവിടെ യൂസ് ചെയ്യണത് കേട്ടോ, ഷുഡ്. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരിക്കേ എന്ന് ഈ പപ്പിക്കുട്ടീനോട് പറയാൻ പോവാൻ കേട്ടോ നമ്മൾ. നീ, യു, ഇരിക്കണം എന്ന് പറയാനായിട്ട് ഷുഡ്, യു ഷുഡ്. ഓക്കെ, ഇരിക്കണം, യു ഷുഡ് സിറ്റ്. നീ ഇവിടെ ഇരിക്കണം, യു ഷുഡ് സിറ്റ് ഹിയർ. എന്താണ് അർത്ഥം? ഇരിക്കണം. ഓക്കെ, നീ ഇവിടെ ഇരിക്കണം എന്ന് അനുസരിപ്പിച്ചിട്ട് ഞാൻ പോവാണ്. നീ ഇവിടെ ഇരിക്കണം കേട്ടാ, യു ഷുഡ് സിറ്റ് ഹിയർ എന്ന് പറയാണ് കേട്ടാ. നീ ഇത് കഴിക്കണം എന്നെങ്ങനെ പറയും? ഇതിനോട് എങ്ങനെ പറയും? യു ഷുഡ്. കഴിക്കുക എന്നതിന് ഈറ്റ് എന്ന് പറയാം. ഇത് എന്ന് പറയണമെങ്കിൽ ദിസ് എന്ന് പറയാം. സോ യു ഷുഡ് ഈറ്റ് ദിസ്. നീ ഇത് കഴിക്കണം അല്ലേ? നീ മിണ്ടാതിരിക്കണം എന്നെങ്ങനെയാ പറയാ? അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേ. ഇതുപോലെ ഉണ്ടല്ലോ വളരെ രസകരമായിട്ട് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ മാത്രം ബാക്കിലേക്ക് നിൽക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ ചെറിയ സങ്കടം ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ട് ഇന്ന് തൊട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചടങ്ങാം കേട്ടോ. KG സ്റ്റുഡൻസ് മുതൽ നിങ്ങൾക്ക് അത് അവിടെ ജോയിൻ ചെയ്യാം. സോ താല്പര്യമുള്ള കുട്ടികളെ താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം കോൺടാക്ട് ചെയ്തു.